പിണറായിയെ ഇ ഡി തൂക്കാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ താമസമില്ലാതെ അക്കാര്യത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികളൊന്നും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇപ്പോൾ ഇതിനെക്കുറിച്ച്. ഇത് പിണറായി ഭരണത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ മാധ്യമങ്ങൾക്കും ഇതിനോടൊരു വലിയ താല്പര്യം ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. മാത്രമല്ല ഇവിടെ പ്രതികരണം വരുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറയാം, വി ഡി സതീശനാണ് പിണറായി വിജയൻ്റെ സ്ഥാനത്ത്. വി ഡി സതീശനായിരുന്നു എന്ന് കരുതുക. ഇവിടുത്തെ അന്തം കമ്മികൾ മുഴുവൻ ഇറങ്ങി പോസ്റ്റ് വിട്ട് അയാൾക്കെതിരെ വ്യക്തിഹത്യ നടത്തി അയാൾക്കെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല. ബി ജെ പി പ്രതികരിച്ചിട്ടില്ല, CPM കോൺഗ്രസും പ്രതികരിച്ചിട്ടില്ല. ഒരു ആകെപ്പാടെ ബി ജെ പിയിൽ നിന്ന് പ്രതികരിച്ചത് ഇദ്ദേഹമാണ്, ഷോണാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ഇതിനെക്കുറിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും പ്രതികരിച്ചില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും ആൾക്കാർക്ക് വിശ്വസിക്കാൻ പാടാണ്. നമ്മളിപ്പോൾ പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുന്നു, പിണറായി വിജയനെ ഇടി തൂക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത ചെയ്താൽ ആൾക്കാർ അതിനടിയിൽ വന്ന് നിങ്ങൾ പോയി വേറെ പണി വല്ലതൊക്കെ അയാളെ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ ആൾക്കാരെ വിശ്വസിപ്പിച്ചെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ചാനൽ ചർച്ചകളിലൊന്നും തന്നെ ഇത് വലിയതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നതുമില്ല. ഇപ്പൊ ഈ പിണറായിയുടെ മകളുടെ രണ്ടാമത്തെ ലേക്കർ ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ അതുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടൊന്നും ആരും ഇത് വാർത്തയും കൊടുക്കുന്നില്ല. ലേക്കറിൻ്റെ അത് കിടപ്പുണ്ട്, 15-16 ലക്ഷത്തോളം രൂപ അതിലും കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർ മൊത്തത്തിൽ ഒരു സംഘം കടലാസ് കമ്പനികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉടായ്പ നടത്തുകയായിരുന്നു എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ എന്നിട്ടും അതിന് വേണ്ടത്ര പ്രതികരണം ഇപ്പോഴും ലഭിക്കുന്നില്ല. 10 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ സംഭരിക്കാവുന്നിടത്തുനിന്നെല്ലാം സമ്പാദിച്ച് മേടിച്ച് കഴിഞ്ഞു. ഇഷ്ടം പോലെ അത് എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത് എങ്ങോട്ട് കൊണ്ടുപോകാൻ പുറത്തോട്ട് കൊണ്ടുപോയി, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ED റിപ്പോർട്ടുകൾ, മൊഴികൾ എല്ലാം പുറത്ത് വന്നു കഴിഞ്ഞു. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ BJP അനങ്ങുന്നില്ല, കോൺഗ്രസ് അനങ്ങും. നമ്മൾ പറഞ്ഞ പോലെ അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നു ഇന്ത്യ സഖ്യത്തിൽ ഉള്ള ആളായതുകൊണ്ടാണെന്ന് തോന്നുന്നു കോൺഗ്രസ് മിണ്ടാതിരിക്കും. അവിടെ ഇപ്പോൾ ഡൽഹിയിൽ ഒരുമിച്ചാണല്ലോ, ഒരു ബസ്സിൽ കയറി പോയാണല്ലോ ഗാന്ധി സ്മൃതിയിലൊക്കെ പോയി അവരെ വിപ്ലവം നടത്തിയത്. മറ്റേ BJP മിണ്ടാത്തത് ഇവരുടെ ഒക്കെ ചങ്ങായിമാരായതുകൊണ്ടാണ് BJP. പക്ഷേ ഇപ്പോൾ BJP കൈവിട്ടു. ഇപ്പോൾ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇതിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? സുരേന്ദ്രൻ്റെ കുഴൽപ്പണ കേസ് വന്നില്ലേ? സുരേന്ദ്രൻ്റെ കുഴൽപ്പണ കേസിൽ അത് വെച്ചിട്ടാണല്ലോ പിണറായി വിജയൻ ബാർഗെയിൻ ചെയ്ത് ഇവരെ വഴിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ കുഴൽപ്പണ കേസ് വെച്ചിട്ടാണ് അന്ന് BJP ഒതുക്കിയത്. ആ സ്വർണ്ണക്കൊള്ള പോലും ഈ കുഴൽപ്പണ കേസ് കാരണമാണ് ഒതുങ്ങിപ്പോയത് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എന്തിനേറെ പറയുന്നു, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവർ തമ്മിലുള്ള ധാരണ ശക്തമായിരുന്നു. അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJPക്കാർക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ ഇനി ഇയാളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിവിടെ വളരാൻ കഴിയൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവർ കൈയെടുത്തു. അതിനുശേഷമാണ് പിണറായി വിജയനും ആൾക്കുമെതിരെയുള്ള അന്വേഷണം ശക്തമാകുന്നതും ഈ ED സ്വതന്ത്രമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു. മാത്രമല്ല അന്ന് EDക്ക് നേരെ നടന്ന ആക്രമണവും ഇതിനുപോലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. EDയെ ആക്രമിച്ചു. അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ബിനീഷ് കോടിയേരി. അല്ലാതെ പിണറായി വിജയൻ പറഞ്ഞിട്ടല്ല ആക്രമിച്ചത്, MP ഗോവിന്ദൻ പറഞ്ഞിട്ടും അല്ല ആക്രമിച്ചത്. CPMൻ്റെ പൊതുവായ തീരുമാനമായിരുന്നില്ല താനും. അതിനകത്ത് ഒരു ഗൂഢാലോചനയില്ല. ഗൂഢാലോചന നടത്തിയത് സമാന്തരമായിട്ടാണ്. അത് ബിനീഷ് കോടിയുടെ നേതൃത്വത്തിലുള്ള കക്ഷികളാണ്. അത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മാത്രമാണ് ജയിലിൽ കിടക്കുന്നത്. ഉദ്ദേശഫലം കണ്ടു പിണറായി നാറി. പക്ഷേ ആശാന്മാരകത്ത് പോയി ഇനി ഇറക്കിക്കൊണ്ട് വരണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം, 7 കോടി രൂപ വേണം. കാരണം 7 കോടി രൂപയാണ് നഷ്ടപരിഹാരം ED ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയൊക്കെ തന്നെ ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നാൽ പണി പാളുകയും ചെയ്യും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ പിണറായി വിജയനെയും ഈ കേസിൽ പ്രതിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ അയാളുടെ വസ്തു കണ്ടുകെട്ടാനും ഉള്ള നീക്കം നടക്കും. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പിണറായി വിജയൻ പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിവുള്ള ആ ഒരു രോഷപ്രകടനമൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. അല്ല, ആകപ്പാടെ ബോഡി ലാംഗ്വേജ് കുറച്ച് പതറിയ ഒരു ലക്ഷണമാണ് കണ്ടത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അന്ന് പുറത്ത് വന്നവർ അറിഞ്ഞെങ്കിൽ പത്രസമ്മേളനം നടത്തൂലായിരുന്നു. രാവിലെ VD സതീശനെ വിമർശിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ച് വന്നതാണ്. വഖഫുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ പ്രതികരിക്കാൻ വന്നതാണ്. പ്രതികരിക്കാൻ എത്തിയപ്പോഴാണ് കഥ അറിയുന്നത്. മോളുടെ പേരിൽ അടുത്ത കമ്പനിയുടെ ഡീറ്റെയിൽസും പുറത്തു വന്നു, മറ്റ് തട്ടിപ്പുകളെല്ലാം ED കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ ഇറങ്ങി പോകാനും പറ്റില്ലല്ലോ, അങ്ങനെ കുടുങ്ങിപ്പോയതാണ്. ദേശാഭിമാനി അവരെ തള്ളിപ്പറഞ്ഞ ആൾക്കാരായതുകൊണ്ട് കർത്തായെ തള്ളി പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കർത്താവ് ഞങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ ഇനി അടുത്തത് പറയാം. അത്രേ ഉള്ളൂ. കാരണം കർത്തായ്ക്ക് മനസ്സിലായി തൻ്റെ സാമ്രാജ്യം മുഴുവൻ തകരും,
തൻ്റെ കള്ളപ്പണ ബിസിനസ് മുഴുവൻ തകരും, തൻ്റെ കമ്പനികളെല്ലാം തകരും. പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ സത്യം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അയാൾ ഉള്ള സത്യം പറയുകയാണ്, ഞാൻ ഈ കോഴയാണ് കൊടുത്തത്, അത് പിണറായി വിജയനുള്ള കോഴയായിരുന്നു, അത് ഞാൻ നേരെ മകളുടെ സേവനം ചെയ്തു തന്നിട്ടില്ല. സേവനം ചെയ്ത് തന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ വേറെ കമ്പനിയെ വെച്ച് ഇവർ പറഞ്ഞ സേവനം എല്ലാം ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് രേഖകളും കൊടുക്കൽ വാങ്ങലുകളും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് പിണറായി വിജയന് ഞാൻ കൊടുത്ത സ്നേഹോപഹാരമാണ്. ഡയറക്റ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ മകളുടെ തട്ടിക്കൂട്ട് കമ്പനിയുടെ പേരിൽ കൊടുത്തു. ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഇല്ല, ഉണ്ടോ? അതില്ല. അതെനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് ഈ PPE കിറ്റ് അടക്കം വലിയ അഴിമതി നടന്നല്ലോ. ശൈലജ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഈ PPE കിറ്റിലെ അഴിമതിക്ക് വേണ്ടി തട്ടിക്കൂട്ടിയ കമ്പനിയായിരുന്നു ഈ ലേക്കർ ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വന്നേക്കും. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ രണ്ടുപേരുടെയും ഭൂമി കണ്ടുകെട്ടും എന്നുള്ള, അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതിനെക്കുറിച്ച് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പിണറായി വിജയൻ ഈ കേസിൽ പ്രതി കൂടായി കഴിഞ്ഞാൽ എന്താവും സംഭവിക്കുക? CPM-ന്റെ വലിയ ഒരു വിഭാഗം അണികൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ഇയാൾ ജയിലിൽ പോയി കിടക്കട്ടെന്നാണ്. അങ്ങനെയെങ്കിലും നമ്മൾ ഒരു തല ഉരിക്കോട്ടെ. അതല്ലെങ്കിൽ ഈ അവിടെ കസേരക്കാരി ഏൻഷ്യന്മാരെല്ലാം ആൽബർട്ട് റോസിനെ പോലെ കസേരയും കെട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നാൽ ആ ദിവസം എല്ലാം മാർച്ച് സ്റ്റാർട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതെല്ലാവർക്കും അറിയാം. സ്വന്തം പാർട്ടിയിലെ അണികളാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ ജയിലിൽ പോകണം, അല്ലാതെ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒന്നുമല്ല. അവരാണ് ആഗ്രഹിക്കുന്നത് ഇയാൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇറങ്ങിപ്പോയാൽ മതി, ഇയാളെ ആ ഒപ്പം ഗോവിന്ദനെ. അതല്ലാതെ ഇനി പാർട്ടി രക്ഷപ്പെടുത്താൻ യാതൊരു മാർഗവുമില്ല എന്നുള്ള ആ നിലപാടിലേക്ക് പാർട്ടി അണികൾ തന്നെ എത്തിയിരിക്കുന്നു. നമ്മൾ ജില്ലാ സമ്മേളനങ്ങൾ, DYFI ജില്ലാ സമ്മേളനങ്ങൾ കണ്ടതാണല്ലോ. ഇനി അങ്ങോട്ട് വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം കണ്ട് വരുന്നുണ്ടല്ലോ സെപ്റ്റംബറിൽ. അപ്പോഴേക്കും തീരുമാനമാകുമായിരിക്കും ഇക്കാര്യത്തിൽ. ഈ 10 വർഷം കൊണ്ട് എവിടെ നിന്നൊക്കെ കൈയിട്ട് വരാമോ അവിടെ നിന്നെല്ലാം കൈയിട്ട് വാരി, ആർക്കൊക്കെ കൊള്ളയിൽ പങ്കാളിത്തം കൊടുക്കാമോ അവർക്കെല്ലാം കൊടുത്തു. തനിക്ക് വേണ്ടപ്പെട്ടവരെയും തനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നവർക്കും എല്ലാം ഏതെങ്കിലുമൊക്കെ ഇതിലൂടെ ഒരു ഇതുണ്ടാക്കി കൊടുത്തു, ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തു. ഒരുപാട് പേർക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിണറായി അക്കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കണം. ഒരുപാട് പേർക്ക് ജീവിതമാർഗം എന്ന് പറയുന്നത് ജീവിത മാർഗ്ഗമല്ല, ജീവിത ബിസിനസ് ഉണ്ടാക്കുക, ജീവിതകാലത്തേക്ക് 2 തലമുറയ്ക്കും കൂടെ ഉള്ളത് സമ്പാദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അത് നല്ല കാര്യമാണ്. അങ്ങനെ പിണറായി വിജയൻ ഇതിൽ എല്ലാം പെട്ടു. ഒന്നിന് പുറകെ ഒന്നായി തെളിവുകളെല്ലാം മുന്നോട്ട് വരുന്നു. ED കണ്ടെത്തിയ തെളിവുകളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഭരണപക്ഷവും മറ്റൊരു പ്രതിപക്ഷമായിട്ടുള്ള BJP ഒന്നും അവരാരും ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പം നമ്മുടെ മന്ത്രിമാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, BJP-യുടെ എന്ന് പറഞ്ഞാൽ ഷോൺ ജോർജ് മാത്രമാണ് പറഞ്ഞത്. കാരണം അയാളാണ് ഇയാൾക്കെതിരെ ആദ്യം മുതലേ BJP-യിൽ ചേരുന്നതിന് മുമ്പ് വരെ കേസ് മുന്നോട്ട് പോകുന്ന ആളാണ്. അതും കൂടെ ഒരു കാരണമാകാം ഒരു പക്ഷേ. അതെ, ജനപക്ഷത്തിൽ ഉള്ളായിരുന്ന സമയത്ത് അന്ന് ഷോണാണ് ഇക്കാര്യത്തിന് വേണ്ടി വളരെ സ്ട്രോങ് നിലപാട്. എനിക്ക് തോന്നുന്നു ഷോൺ BJP-യിൽ ചേർന്ന പോലും ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. ഈ ED-യുടെ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, ഇടപെടലുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുമാണ് എന്ന് തോന്നുന്നു. എന്തായാലും ED-യെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കും, അട്ടിമറിക്കേണ്ടിടത്ത് അവർ അട്ടിമറിക്കുകയും ചെയ്യും. അത് എന്താണെങ്കിലും ഇത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ്. ഈ ഏജൻസിക്ക് കേന്ദ്ര സർക്കാരിന് നല്ല സ്വാധീനമുണ്ട്. കേന്ദ്ര സർക്കാർ പറയുന്ന പോലെ നടക്കുകയുള്ളൂ. പിന്നെ ED വിശുദ്ധരല്ല. ED-യിലെ പല ആൾക്കാർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ കോഴ വാങ്ങിയതിൻ്റെ പേരിൽ പലർക്കും എതിരെ അവർ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും കേസുണ്ട്. അവർ പല ആൾക്കാരെക്കുറിച്ചും പിന്നെ അലിഗേഷൻസ് ധാരാളം ഉണ്ട്. ED അത്ര വിശുദ്ധരൊന്നുമല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ED-യുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന അന്വേഷണമാണ്. കാരണം പിണറായി എതിരെയുള്ള രേഖകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ED-യെ പുകഴ്ത്താനോ പിണറായി വിജയനെ ഇകഴ്ത്താനോ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല. കാരണം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ ED കേസെടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ പത്രത്തിൻ്റെ നാഷണൽ ഹെറാൾഡ് കേസുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ കേസാണല്ലോ. നമ്മൾ ഓർത്തോളാം. അതെ. അപ്പോൾ ആ സ്ഥിതിക്ക് ഇവർക്ക് ED-യെ ന്യായീകരിക്കാനോ അഭിനന്ദിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ മിണ്ടായിരിക്കുന്നത്. PD സതീശനോ രമേശ് ചെന്നിത്തലയോ ആരും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തി. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാതെ ഇരിക്കുന്നത് CPM-ൽ ഒരു വലിയ വിഭാഗം അണികളും നേതാക്കളും തന്നെയാണ്. പക്ഷെ അവർക്ക് പരസ്യമായിട്ട് പുറത്ത് പറയാൻ പറ്റില്ല, അത് പറയുള്ളൂ. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സ്വാഭാവികമായിട്ട് പ്രതികരിക്കേണ്ടതാണ്. ED വിഷയത്തിൽ
പിണറായിക്കെതിരെ നടപടി വരുന്നു എന്ന് പറയുമ്പോൾ അവർ പ്രതികരിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ച അടുത്തൊരു ദുരിതമുണ്ട്. ആ BJP സംസ്ഥാന തലത്തിൽ ഇപ്പം നടന്ന ആ സാമ്പത്തിക വിഷയങ്ങളെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമല്ലോ, അതെ, അതൊരു വിഷയമാണ്. അതാണ് കാര്യം. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. പക്ഷെ ഒരു കാര്യം എന്തായാലും ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ED കള്ളക്കേസ് എടുത്തതാന്ന് പറയുമ്പോൾ പോലും ഇവിടുത്തെ ജനങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നു ഇവർ തിരുട്ട് കുടുംബം തന്നെ ആയിരുന്നു, തിരുട്ട് ഫാമിലി ആയിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം റിയാസിനോടൊരു ചോദ്യം ചെയ്തപ്പോൾ റിയാസിൻ്റെ മുഖഭാവം മാറിയുണ്ട്. റിയാസ് ഡൗണായി പോയി, കണ്ടായിരുന്നു? ആണ്, മാത്രമല്ല കോഴിക്കോട്ടാണ് ഈ ലേക്കർ ഇന്ത്യയുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, കോഴിക്കോട്ടാണ് അതിൻ്റെ ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് അന്വേഷിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സമരത്തെക്കുറിച്ചും അതും ഇതും കേരള സർക്കാരിനെ കുറിച്ചും ഒക്കെ ആണ് ചോദ്യം വരുന്നത്. ഭാര്യയ്ക്കെതിരെ EDയുടെ ഇത് വന്നിട്ടുണ്ടല്ലോ മൊഴി, അല്ലെ? അത് എനിക്ക് അത് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തപ്പിത്തടയുന്നുണ്ട്. പെട്ടുപോയില്ല, എന്ത് ചെയ്യാൻ പറ്റും? അയാളെ രാഷ്ട്രീയ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വലിയ ദുരന്തം പോകുന്ന റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയാണ്. അതെ, ശരിയാണ്. ശരിക്കും അതായത് കാര്യമില്ലാതെ ഒന്ന് കഴുത്ത് വെച്ച അവസ്ഥയിലായി. അയാളുടെ ഭാര്യയും ഡൈവോഴ്സ് ചെയ്തിട്ട് വന്ന് ഈ പെണ്ണിനെ കെട്ടുകയും ചെയ്തു. ഇതിപ്പോൾ ആകെ പ്രശ്നമായി. ഇതിനകത്ത് ഇയാൾക്ക് പങ്കുണ്ടോയെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. പക്ഷേ പിണറായി വിജയനും മകൾക്ക് നല്ല പങ്ക് തന്നെ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ ED പിന്നാലെ കൂടിയിരിക്കുന്നത്. ഇനി റിയാസിന്റെ പേര് വല്ല കമ്പനി അയാളറിയാതെ ഇവർ തുടങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. അതാണ്, റിയാസ് പെട്ടിരിക്കുകയാണ്. ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരു DFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന, മന്ത്രിയായിരുന്ന, ഇപ്പോൾ MLA ഒരാൾ സ്വന്തം ഭാര്യ കൊണ്ട് ED ഓഫീസിൽ കാറിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. അതെ, ഇതിനൊന്നും ഇവർക്ക് മറുപടിയില്ല. ഇപ്പം അവർക്ക് ആരും രാജിവെക്കേണ്ട, പിണറായി വിജയൻ രാജിവെക്കേണ്ട, പ്രതിപക്ഷ സ്ഥാനം ഒഴിയണ്ട, അതുപോലെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കേണ്ട, പോളിറ്റ് ബ്യൂറോ അംഗത്ത് ഒഴിയണ്ട. ഇതെല്ലാം EDയുടെ വേട്ടയാടലാണ് എന്ന് പറയും. എന്ത് കാര്യത്തിന് ED പിണറായിയെ വേട്ടയാടണം? അതാണ് നമ്മുടെ ചോദ്യം. എന്ത് കാര്യത്തിനാണ് ED പിണറായി എങ്ങനെ EDക്കോ അല്ലെങ്കിൽ EDയെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിനോ അനഭിമതനാകുന്നത് എങ്ങനെയാണ്? ഇവിടെ ആകെയുള്ള ഒരു MP കനൽ ഒരു തരി എന്ന് പറഞ്ഞാൽ ഒരു MP ഇവിടെ ആകെയുള്ളത്. ആ ഒരു MP വേണ്ടി EDയെ എന്തിനാ ഒരു വേട്ടയാടണം? കേരളത്തിൽ ഭരണത്തിൽ പിണറായി ഇല്ല, എന്തിനു വേട്ടയാടണം? വേട്ടയാടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു വലിയ ആളെന്നാകുമല്ലോ. ED വേട്ടയാടാൻ വരുന്ന ഞാൻ ഒരു വലിയ ആളാണെന്നുള്ള നമ്മൾ ഈ പറയുന്ന വേട്ടയാടൽ തിയറി നമ്മൾ അംഗീകരിക്കുന്നു. ബട്ട് ഫോർ വാട്ട് എന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ മാത്രം നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാരണവശാലും BJPക്കോ നരേന്ദ്രമോദിക്കോ ആർക്കും ഒരു ഭീതിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ്, നേരത്തെയാണ് കേരള മുഖ്യമന്ത്രിയാണ്, അതും അവർക്കൊരു ഭീഷണിയല്ല, കേരള മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പിണറായി എങ്ങനെ EDക്ക് ഭീഷണിയാവും? EDക്ക് എന്തെങ്കിലും ഭീഷണിയായെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾ കേരളത്തിൽ കിടന്ന് വർഗീയതയ്ക്കെതിരെ പടപൊരുന്നുകൊണ്ടാണ്. ആ വർഗീയതയ്ക്കെതിരെ പടപൊരുന്ന പുള്ളിയാണ് ഏറ്റവും വലിയ വർഗീയവാദിയെ പിടിച്ച് കാറെ കയറ്റിക്കൊടുക്കുന്നത്. പിന്നെ എവിടെയാണ് ഇയാൾ വർഗീയതയ്ക്കെതിരെ പടപൊരുന്നത്? അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അക്ഷരാർത്ഥത്തിൽ പിണറായി പെട്ടു, അതിനൊപ്പം തന്നെ BJPക്കാരും പെട്ടു, കോൺഗ്രസ്സുകാരും പെട്ടു. വാ തുറക്കാൻ സാധിക്കും.